ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ലീവ് വേക്കൻസി ബ്രോക്കൺ സർവീസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ജീവനക്കാരുടെ സർവീസ് ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഓൾ കേരള ബ്രോക്കൺ സർവീസ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ കോഴിക്കോട് നടന്നു. ഓൾ കേരള ബ്രോക്കൺ സർവീസ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ DPI റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് വളപ്പിൽ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 10/8/2018 ഇറക്കിയ ഗവൺമെന്റ് ഉത്തരവിലൂടെ കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും നഷ്ടപ്പെട്ട LWA വേക്കൻസിയിലെ സേവനകാലം പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പരിഗണിച്ചിരുന്നത് പുനഃസ്ഥാപിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മനസ്സിലാക്കുന്നത് ചങ്ങനാശ്ശേരി SP കോളേജ് അധ്യാപകർ അവര് ഹൈസ്കൂളിന് പ്രൊമോഷൻ കിട്ടി കോളേജ് അധ്യാപകരായി ചെന്നിട്ട് ഈ ഇത് കൗണ്ട് ചെയ്ത് അങ്ങനെ അവർക്ക് അതുകൂടി കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് ഹൈസ്കൂൾ സർവീസ് കോളേജ് സർവീസിനോട് കൂടി കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് ഒരിക്കലും തന്നെ ഇത് 2 കാറ്റഗറിയാണ്, ഇതുപോലെ നിങ്ങൾ വേറെ സംഗതി പഴയ സർവീസ് ഇതിന് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ട് ഹൈക്കോടതി വിധി പറഞ്ഞു. ഏതായാലും അതാണ് ഇതിന്റെ അടിസ്ഥാനം. അസോസിയേഷൻ ചെയർമാൻ K. അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. MK ബിജു റിപ്പോർട്ട് അവതരണവും അബൂബക്കർ പുതുക്കുടി വിഷയാവതരണവും നടത്തി. ഹമീദ് വിലങ്ങിൽ, ബെന്നി ജോർജ്, TK സലീം, റംല, സുജയ, ജവാദ് എന്നിവർ സംസാരിച്ചു. ബഷീർ മണ്ടോടി, PC നൌഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മത്സ്യബന്ധന മേഖലയിലെ ചിലയിടങ്ങളിലെ പ്രാദേശിക വാദം